നമസ്കാരം. ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSC HSI നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സിൽ നമ്മൾ ഫൈലം പൊരിഫറയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ സിലബസിലെ അനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണിത്. ഫൈലം പൊരിഫറ അഥവാ ഫോർബെയറേഴ്സ്. ഫൈലം പൊരിഫറ അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതായത് അനിമാലിയ കിങ്ഡത്തിലെ ഏറ്റവും താഴ്ന്ന ബഹുകോശ ജീവികളാണ് ഫൈലം. പൊരിഫറ എന്ന വാക്ക് പ്രധാനമായും സുഷിരവാഹകരെ, അതായത് ഫോർബെയറേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയുടെ പച്ച നിറവും ആൽഗകളുമായിട്ടുള്ള സഹജീവി ബന്ധവും ഒക്കെ കാരണം ആദ്യം അല്ലെങ്കിൽ തുടക്കത്തില് ഇവയെ സസ്യങ്ങളായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. പിന്നീട് ഇവയുടെ ജീവിതചക്രവും ഭക്ഷണക്രമവും ഒക്കെ കണ്ടെത്തി. അതുപോലെ തന്നെ എംബ്രിയോളജിക്കൽ സ്റ്റഡീസിന്റെ, അതായത് ഭ്രൂണശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പോഞ്ചുകൾ ജന്തുക്കളാണെന്ന് തെളിയിക്കപ്പെടുകയും ജന്തുക്കളുടെ ഒരു പ്രത്യേക ഫൈലമായിട്ട് തരംതിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവ ആനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയത്. ആദ്യം ഇവ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതായിരുന്നു. ആദ്യം ഇവ സസ്യങ്ങളാണെന്നാണ് കരുതിയിരുന്നത്. പിന്നീടാണ് ഫൈലം പൊരിഫറയെ ആനിമൽ കിങ്ഡത്തിലേക്ക് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഈ ഫൈലത്തിൽ ഏകദേശം 5000 സ്പീഷീസുകൾ ഉൾപ്പെടുന്നുണ്ട്. പൊരിഫറകൾക്ക് സ്പോഞ്ച് പോലെയുള്ള രൂപഭാവവുമുണ്ട്. അതുപോലെ തന്നെ ദ്രാവകങ്ങൾ ആഗിരണം ചെയ്യാനും തടഞ്ഞു വെക്കാനുമുള്ള കഴിവുമുണ്ട്. അതിനാൽ ഇവയെ സ്പോഞ്ചുകൾ എന്നാണ് കോമൺലി വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഫൈലം പൊരിഫറയുടെ സവിശേഷതകളെ കുറിച്ചൊന്ന് നോക്കാം. അതായത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫൈലം പൊരിഫറ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇവയെ പൊതുവെ സ്പോഞ്ചുകൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഇവ കോശതല ഘടനയുള്ള ബഹുകോശ ജീവികളാണ്. അതായത് സെല്ലുലാർ ഓർഗനൈസേഷൻ ലെവലാണ് ഇവരുടെ ബോഡി പ്ലാനിലുള്ളത്. ഇവയില് കോശങ്ങൾ അയഞ്ഞ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ശരീരത്തിൽ അവയവങ്ങളൊന്നും കാണുന്നില്ല. കാരണം കോശതല ഘടനയാണല്ലോ, അതുകൊണ്ട് അവയവങ്ങളൊന്നും തന്നെ കാണപ്പെടുന്നില്ല. ഇവയ്ക്ക് സമമിതിയാണ് ഉള്ളത്. അതായത് അസിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇവ. ഇവയുടെ ശരീരം സാധാരണയായി സിലിണ്ടർ ആകൃതിയിലാണ് കാണപ്പെടുക. സിലിണ്ടർ ഷേപ്പിലാണ് ബോഡി കാണപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ മറൈൻ, സമുദ്രജീവികളാണ്. പക്ഷെ ചില ശുദ്ധജല സ്പീഷീസുകളും കാണപ്പെടുന്നുണ്ട്. സാധാരണ ഇവ പാറ പോലുള്ള വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫൈലം പൊരിഫറയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വാട്ടർ കനാൽ സിസ്റ്റം എന്നുള്ളത്. പൊരിഫറയുടെ ശരീരത്തിൽ ഒരു വാട്ടർ കനാൽ സിസ്റ്റം, അതായത് ഒരു നീർച്ചാൽ വ്യവസ്ഥ കാണപ്പെടുന്നു. ഈ ശരീരോപരിതലത്തിൽ നിന്ന് ധാരാളം സൂക്ഷ്മരന്ധ്രങ്ങൾ, അതായത് പോറുകൾ കാണപ്പെടുന്നുണ്ട്. ഇവയെ ഓസ്റ്റിയ എന്നാണ് വിളിക്കുന്നത്. അതായത് സ്പോഞ്ചുകളുടെ ശരീരത്തിന്റെ ഉപരിതലത്തില്, ശരീരത്തിന് പുറത്തായിട്ട് ധാരാളം സൂക്ഷ്മമായിട്ടുള്ള പോറുകൾ, സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവയെ ഓസ്റ്റിയ എന്ന് വിളിക്കുന്നു. ഈ ഓസ്റ്റിയകളിൽ കൂടി ജലം ഇതിന്റെ ശരീരത്തിനുള്ളിലുള്ള ഒരു അറയിലേക്ക്, അതിനെ സ്പോഞ്ചോസിൽ എന്നാണ് ആ അറയെ പറയുന്നത്, അങ്ങനെയുള്ള ഒരു ഉള്ളറയിലേക്ക് പ്രവേശിക്കുന്നു. ആ സ്പോഞ്ചോസിലിന് വേറൊരു പേര് കൂടിയുണ്ട്, ആട്രിയം എന്ന് പറയുന്നത്. ഈ അകത്ത് പ്രവേശിച്ച ജലം ഓസ്കുലം എന്ന ബഹിർഗമന രന്ധ്രത്തിലൂടെ പുറത്തു കിടക്കും. അതായത് പുറത്തേക്ക് തുറക്കുന്ന ഒരു സുഷിരമുണ്ട്, ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട്. അതിനെ ഓസ്കുലം എന്നാണ് പറയുക. ആ ഓസ്കുലത്തിലൂടെയാണ് ജലം പുറത്തേക്ക് പോകുന്നത്. ജലം അകത്തേക്ക് വരുന്നത് ഓസ്റ്റിയ എന്ന മൈന്യൂട്ട് പോൾസിൽ കൂടിയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നത് ഓസ്കുലം എന്ന കോമൺ ഓപ്പണിംഗിൽ കൂടിയാണ്. അപ്പൊ ഈ വാട്ടർ കനാൽ സിസ്റ്റം എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക? ആഹാര സമ്പാദനത്തിനും ശ്വസനവാതകങ്ങളുടെ വിനിമയത്തിനും വിസർജനത്തിനും സ്പോഞ്ചുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശ്വസനവാതകങ്ങൾ, അതായത് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വിനിമയവും നൈട്രജൻ മാലിന്യങ്ങളുടെ കൈമാറ്റവും ഒക്കെ ഡിഫ്യൂഷൻ വഴി, വ്യാപന പ്രക്രിയയിലൂടെയാണ് സംഭവിക്കുന്നത്. സ്പോഞ്ചോസീലും അതുപോലെ തന്നെ വാട്ടർ കനാൽ സിസ്റ്റവും നീർച്ചാൽ വ്യവസ്ഥയും കൊയാനോസൈറ്റുകൾ അഥവാ കോളർ കോശങ്ങൾ എന്നറിയപ്പെടുന്ന കോശങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് കാണപ്പെടുന്നു. അതായത് ഈ സ്പോഞ്ചോസീലിനുള്ളില് അതുപോലെ തന്നെ വാട്ടർ കനാൽ സിസ്റ്റത്തിലും കൊയാനോസൈറ്റുകൾ എന്ന് പറയപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ഇവയെ കോളർ കോശങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ ശരീരത്തില് ചെറുമുള്ളുകളുടെ രൂപത്തിലുള്ള കാൽഷ്യം കാർബണേറ്റ്, അതായത് സ്പിക്യൂൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ പരസ്പരം യോജിച്ച സ്പോഞ്ചിൻ എന്ന മാംസ്യതന്തുക്കൾ, അതായത് പ്രോട്ടീനേഷ്യസ് ഫൈബേഴ്സ്
പ്രോട്ടീൻ ഫൈബേഴ്സ്, സ്പോഞ്ചിന് എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ ഫൈബേഴ്സ് കൊണ്ടും അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്പിക്യൂൾസ് കൊണ്ടുമാണ് ഇവരുടെ ശരീരത്തിൽ ഒരു ചട്ടക്കൂട്, അതായത് ഒരു ഫ്രെയിം വർക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഇവയുടെ ആകൃതി, ഇവരുടെ ഷേപ്പ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. അതായത് ഇവരുടെ ബോഡിയിൽ അവയുടെ ഷേപ്പ് നിലനിർത്താനായിട്ട് വേണ്ടിയിട്ട് ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? സ്പിക്യൂൾസ്. സ്പിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ചെറുമുള്ളുകളുടെ രൂപത്തിൽ കാണപ്പെടുന്നതിനെയാണ് സ്പിക്യൂൾസ് എന്ന് പറയുന്നത്. ഇവിടെ സ്പിക്യൂൾസിന്റെ ഡയഗ്രാം, സ്പിക്യൂൾസിന്റെ പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. പലതരത്തിലുള്ള സ്പിക്യൂൾസ് ഉണ്ട്. ഡയാക്ടൈൻ, അതുപോലെ ട്രയാക്ടൈൻ, ടെട്രാക്ടൈൻ, അതുപോലെ തന്നെ പോളിയാക്ടൈൻ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ടാണ് ആ പേരുകൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്പിക്യൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പോഞ്ചിൻ ഫൈബേഴ്സ്, പ്രോട്ടീൻ ഫൈബേഴ്സ് ആണ് സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്ന് പറയപ്പെടുന്നത്. പ്രോട്ടീൻ ഫൈബേഴ്സ് വെച്ചിട്ട് അതുപോലെ സ്പിക്യൂൾസ് വെച്ചിട്ടുമാണ് ഇവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അത് ശരീരത്തിന്റെ ആകൃതി നിലനിർത്താനായിട്ടാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്ക് ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. അതുപോലെ തന്നെ കോശാന്തര ദഹനം, അതായത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് നടക്കുന്നത്. ഇവയ്ക്ക് ന്യൂറോ സെൻസറി കോശങ്ങളുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് നാഡീവ്യവസ്ഥയൊന്നും കാണപ്പെടുന്നില്ല. ഇതാ ഇവിടെ തന്നിട്ടുണ്ട് സെൻട്രൽ ക്യാവിറ്റി, സ്പോഞ്ചോസീൽ, കണ്ടോ, ഓസ്കുലം ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പിഡെർമിസിൽ നിറച്ച് പോർസ് ഉണ്ട്. ഇതാണ് നോക്കിക്ക് സിലിക്ക വെച്ചിട്ടുള്ള സ്പിക്യൂൾസ് അതിന്റെ ബോഡി വോളിൽ കാണപ്പെടും. അതുപോലെ തന്നെ അമീബോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകൾ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലാറ്റൻഡ് പിനാക്കോസൈറ്റ്സ് ഉണ്ട്, സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്, ഓസ്റ്റിയം, അതായത് ഉണ്ട് ഈ പോറാണ് ഓസ്റ്റിയ അല്ലെങ്കിൽ ഓസ്റ്റിയം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ ഉൾവശവും അതുപോലെ തന്നെ ഇവരുടെ സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന സീലോമും എന്താണ്, സീലോം അല്ല, ട്രൂസീലോം അല്ല, സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ക്യാവിറ്റിയും കോളർ സെൽസ് എന്ന് പറയുന്ന സെല്ലുകൾ കൊണ്ട്, സ്പെഷ്യലൈസ്ഡ് സെൽസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊയാനോസൈറ്റ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കൊയാനോസൈറ്റ്സിന്റെ ഇവിടെ ഇങ്ങനെ കോളർ പോലത്തെ ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് ഇതിനെ കോളർ സെൽസ് എന്ന് പറയുന്നത്. ഒരു ഫ്ലജെല്ല ഉണ്ടാകും, അതുപോലെ തന്നെ മൈക്രോവില്ല ഉണ്ടാകും, ന്യൂക്ലിയസ് കാണപ്പെടും. അപ്പൊ ഇതാണ് കോളർ സെൽ അഥവാ കൊയാനോസൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇവയുടെ മറ്റു ക്യാരക്ടേഴ്സിൽ കിടക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്, അതായത് റീജനറേഷൻ കപ്പാസിറ്റി ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇവ അസെക്ഷുവലി റീപ്രൊഡക്ഷൻ നടത്തുന്നത്, അതായത് അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നത് ബഡ്ഡിങ്, ഫ്രാഗ്മെന്റേഷൻ, അതായത് മുകുളനവും ഖണ്ഡനവും വഴിയാണ്. ഇവ ഉഭയലിംഗ ജീവികളാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ആൺപെൺ ജീവികൾ വെവ്വേറെ കാണുന്നില്ല, അതായത് ആൺപെൺ ഭാഗങ്ങള് ഒരേ ജീവിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ആണും പെണ്ണും ഒരേ ജീവിയിൽ തന്നെ കാണുന്നതിനെ ഹെർമാഫ്രോഡൈറ്റ്സ് എന്നാണ് പറയുക. ഉഭയലിംഗ ജീവികളാണ്. ഇവയില് ആന്തരബീജ സംയോഗം, അതായത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. വികസനം പരോക്ഷമാണ്, അതായത് ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. അതായത് ഡെവലപ്മെന്റില് ഒരു ലാർവൽ ഫോം കാണപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങള് ബാഹ്യഘടനയിൽ മാതൃജീവിയിൽ നിന്ന് വ്യത്യസ്തരാണ്. ഇവയെ ലാർവകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോഞ്ചസ് ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാകും, അത് മൂവ് ചെയ്യുന്നത് ലാർവൽ സ്റ്റേജ് ആണ്. ഇവിടെ നോക്കിക്കുക, ഒരു അഡൽട്ട് സ്പോഞ്ച് സ്പേംസ് റിലീസ് ചെയ്യും, അത് മറ്റൊരു സ്പോഞ്ചിലേക്ക് എത്തിപ്പെടും. അവിടെ വെച്ച് അതിന്റെ ഉള്ളിൽ വെച്ച്, സ്പോഞ്ചിന്റെ ശരീരത്തിന് ഉള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അത് ഒരു എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. എഗ്ഗും സ്പേമും എല്ലാം ഒരേ ജീവി തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ക്രോസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുക. അപ്പൊ ഒരു ലാർവ ഫോം ചെയ്യും. ആ ലാർവ ഈ വാട്ടർ കറന്റിന്റെ ഒപ്പം സ്കുലത്തിൽ കൂടി പുറത്തേക്ക് വരും. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന പുതിയൊരു സ്പോഞ്ചായിട്ട് വളരും. ഇതാണ് ഇവയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഫൈലം പൊരിഫെറയുടെ വർഗീകരണത്തെ കുറിച്ചാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ. ഫൈലം പൊരിഫെറയെ 3 ക്ലാസ്സുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ക്ലാസ് കാൽക്കേരിയ, ക്ലാസ് ഹെക്സാക്ടിനേലിഡ, ക്ലാസ് ഡെസ്മോസ്പോഞ്ചിയെ. അങ്ങനെ 3 ക്ലാസ്സുകളായിട്ടാണ് ഫൈലം പൊരിഫെറയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് കാൽക്കേരിയ ആണ്. കാൽക്കേരിയ
സാധാരണ സമുദ്രജലം, അതായത് ആഴം കുറഞ്ഞ തീരദേശ ഭാഗം എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ അസ്ഥികൂടം, അതായത് ആ ഒരു സ്കെലിട്ടൺ, ബോഡി സ്കെലിട്ടൺ നിർമ്മിച്ചിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്പെക്യൂൾസ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് സിലിണ്ടർ ആകൃതിയാണ്, റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരഘടന ആസ്കനോയിഡ്, സൈക്കനോയിഡ് അല്ലെങ്കിൽ ലൂക്കനോയിഡ് ആണ്. ഈ ശരീരഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് ആസ്കനോയിഡ് ആണോ, സൈക്കനോയിഡ് ആണോ, ലൂക്കനോയിഡ് ആണോ എന്ന് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇതിന്റെ ഉദാഹരണം ക്ലാത്രിയന, അതുപോലെ സ്കൈഫ എന്ന് പറയുന്ന സ്പോഞ്ചസ് ആണ്. കാൽക്കേരിയയ്ക്ക് എക്സാമ്പിൾ. അപ്പൊ നമ്മൾ പറഞ്ഞ സൈക്കനോയിഡ്, ആസ്കനോയിഡ്, ലൂക്കനോയിഡ് ക്യാവിറ്റി എങ്ങനെയാന്നുള്ളത് നോക്കിക്കേ. ആസ്കോൺ, സൈക്കോൺ, ലൂക്കോൺ, നേരത്തെ പറഞ്ഞില്ലേ ശരീരഘടന ആസ്കനോയിഡ് ആണ്, സൈക്കനോയിഡ് ആണ്, ലൂക്കനോയിഡ് ആണെന്ന് പറയുന്നത് ഇതിന്റെ ക്യാവിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ആസ്കനോയിഡ് അല്ലെങ്കിൽ ആസ്കോൺ ടൈപ്പ് ക്യാവിറ്റിയിൽ നോക്കിക്കേ, ഈ സ്പോഞ്ചോസീൽ എന്ന് പറയുന്നത് സിമ്പിൾ ടൈപ്പ് ഘടനയാണ്. ഓസ്റ്റിയയും ഓസ്കുലവും സ്പോഞ്ചോസീലും ഡയറക്റ്റ് ആയിട്ടാണ് കാണപ്പെടുക. നോക്കുക, ആസ്കോൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാട്ടർ കനാൽ സിസ്റ്റം ആണ് കാണപ്പെടുക. ഓസ്റ്റിയ ഉണ്ട്, അതുപോലെ തന്നെ ഓസ്കുലം ഉണ്ട്, ഒരു സ്പോഞ്ചോസീൽ, സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പോഞ്ചോസീൽ ആണ് കാണപ്പെടുക. അതേസമയം സൈക്ലോയിഡ് ടൈപ്പിൽ നോക്കിക്കേ, ഈ ഒരു സ്പോഞ്ചോസീലിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ റേഡിയൽ കനാലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കനാലുകൾ ബ്രാഞ്ച് ചെയ്തിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്പോഞ്ചോസീൽ ആണെങ്കിൽ അതിനെ സൈക്കോൺ ടൈപ്പ് എന്നാണ് പറയുക. അതേസമയം ലൂക്കോൺ ടൈപ്പ് നോക്കിക്കേ, വീണ്ടും ഈ റേഡിയൽ കനാലുകൾ വീണ്ടും ബ്രാഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വാട്ടർ കനാൽ സിസ്റ്റം ആണെങ്കിൽ അതിനെ ലൂക്കനോയിഡ് ടൈപ്പ് എന്നാണ്. ഇപ്പൊ ക്ലിയർ ആയല്ലേ? സ്കനോയിഡ് ടൈപ്പ്, സൈക്കനോയിഡ് ടൈപ്പ്, ലൂക്കനോയിഡ് ടൈപ്പ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്ലാസ് ആണ് ഹെക്സാക്റ്റിനെല്ലിഡുകൾ. ഇവ ആഴക്കടലിലാണ് കാണപ്പെടുന്നത്. 6 കിരണങ്ങളുള്ള സിലീഷ്യസ് സ്പൈക്യൂളുകൾ കൊണ്ടാണ് അസ്ഥികൂടം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ബോഡി സ്കെലിട്ടൺ നിർമ്മിച്ചിരിക്കുന്നത് സിലീഷ്യസ് സ്പൈക്യൂൾ, അതായത് സിലിക്ക വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന സ്പൈക്യൂളുകൾ കൊണ്ടാണ് അതിന്റെ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത്. ശരീരം സിലിണ്ടർ ആകൃതിയിലാണ് കാണപ്പെടുക. റേഡിയൽ സമമിതി ആണ്, റേഡിയൽ സിമെട്രി ആണ് കാണിക്കുന്നത്. കനാൽ സംവിധാനം സൈക്കോൺ അല്ലെങ്കിൽ ലൂക്കോൺ ടൈപ്പ് ആണ്. എക്സാമ്പിൾ ആണ് യൂപ്ലെറ്റല്ല, ഹൈലോണിമ. രണ്ടിന്റെയും പിക്ചർ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലാസ് ആണ് ഡെസ്മോസ്പോഞ്ചി. ഇവ സമുദ്രജലത്തിലോ ശുദ്ധജലത്തിലോ കാണപ്പെടും. അങ്ങനെയുള്ളവയാണ് ഡെസ്മോസ്പോഞ്ചി എന്നുള്ള ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരം അസിമെട്രിക്കൽ ആണ്, സിലിണ്ടർ ഷേപ്പിലുള്ളതാണ്. കനാൽ സിസ്റ്റം ലൂക്കനോയിഡ് ടൈപ്പ് ആണ്. അസ്ഥികൂടത്തില് സ്പോഞ്ചിൻ, നാരുകള്, അതുപോലെ സിലീഷ്യസ് സ്പൈക്യൂളുകൾ എന്നിവയാണ് കാണപ്പെടുന്നത്. സ്പോഞ്ചിൻ ഫൈബേഴ്സും ഉണ്ടാകും, സിലീഷ്യസ് സ്പൈക്യൂളുകൾ ഉണ്ടാവും. ഇതില് ബോഡി സ്കെലിട്ടണിൽ കാണും. എക്സാമ്പിൾ ആണ് സ്പോഞ്ചിയയും സ്പോഞ്ചിലയും. ഇതിവിടെ ഡയഗ്രാം പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇനി പോരിഫറയുടെ ഒരു കോമൺ എക്സാമ്പിൾസ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സൈക്കോൺ എന്ന് പറയുന്നത് പാറകളോട് ചേർന്ന്, സൈക്കോൺ എന്ന് പറയുന്നതിന് ഒരു ഇങ്ങനെ സിമ്പിൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണ്. സൈക്കോൺ എന്ന് പറയുന്നത് പാറകളോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ വെള്ളത്തിൽ കാണപ്പെടുന്ന ഒറ്റപ്പെട്ടതോ കൊളോണിയൽ ആകൃതിയിലുള്ളതോ ആയ മറൈൻ സ്പോഞ്ചുകളാണ് സൈക്കോണുകൾ. ശരീരം സിലിണ്ടർ ആകൃതിയിലാണ്. റേഡിയൽ കനാൽ ഫ്ലജലേറ്റഡ് കോശങ്ങളാൽ നിർമ്മിതമാണ്. ഈ ജീവിവർഗങ്ങൾ ലൈംഗികവുമായി അലൈംഗികവുമായി പ്രത്യുൽപാദനത്തിന് വിധേയമാകുന്നു. അടുത്തതാണ് ഹൈലോണിമ. കടൽ മറൈനാണ്. ഗ്ലാസ് റോപ്പ് സ്പോഞ്ചുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ശരീരം വൃത്താകൃതിയിലോ അല്ലെങ്കിൽ അണ്ഡാകൃതിയിലോ ആയിരിക്കും. റൗണ്ട് അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും കാണുക. അടുത്തതാണ് ക്ലിയോണ. ക്ലിയോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ പർപ്പിൾ കളറിൽ കാണപ്പെടുന്ന കോറൽസിനോടൊക്കെ ചേർന്ന് പവിഴപ്പുറ്റുകളുടെ അസ്ഥികൂടങ്ങൾ, അതുപോലെ തന്നെ കക്കകളുടെ പുറന്തോടുകൾ, മറ്റു സുഷിരങ്ങൾ ഇവയിലെല്ലാം പറ്റിപ്പിടിച്ച് വളരുന്ന തരം സ്പോഞ്ചുകളെയാണ് ക്ലിയോണ എന്ന് പറയുന്നത്. ലൂക്കനോയിഡ് തരം കനാൽ സംവിധാനമാണ് കാണുക. സെക്ഷലി ആൻഡ് അസെക്ഷലി റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അടുത്തതാണ് യുപ്ലെക്റ്റെല്ല. യുപ്ലെക്റ്റെല്ല എന്ന് പറയുന്നത് വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. യുപ്ലെക്റ്റെല്ല ആഴത്തിലുള്ള വെള്ളത്തിലാണ് കാണപ്പെടുക.
ശരീരം സിലിണ്ടർ ആകൃതിയിലുള്ളതും നീളമുള്ളതും കടലിന്റെ അടിത്തട്ടിലെ ചെളിയിൽ ഉറപ്പിച്ചിരിക്കുന്നതുമാണ്. കനാൽ സംവിധാനം ലളിതമായ സിങ്ക്നോയ്ഡ് ടൈപ്പാണ്. അസ്ഥികൂടത്തിൽ സിലീഷ്യസ് സ്പൈക്യൂൾസുകൾ കാണപ്പെടുന്നു. അടുത്തതാണ് സ്പോഞ്ചില്ല. വെള്ളത്തിനടിയിലുള്ള ചെടികളിലും മരക്കൊമ്പുകളിലും വളരുന്ന ഇവ കുളങ്ങൾ, അരുവികൾ, തടാകങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഇവിടെ ശരീരഭിത്തിയിൽ ഓസ്റ്റിയ എന്നുള്ള സുഷിരങ്ങൾ കാണുന്നു. അതുപോലെ റാഗോൺ ടൈപ്പ് കനാൽ സംവിധാനമാണ് ഉള്ളത്. സെക്ഷലി ആൻഡ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇത്രയുമാണ് ഫൈലം പോരിഫെറയെ കുറിച്ച് പഠിക്കാനുള്ളത്. Thank you for watching. See you in my next video. Bye.